അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ അട്ടിമറിവാദം ശക്തമാകുന്നു. വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ട്. പൈലറ്റുമാരുടെ അവസാന വാക്കുകൾ രേഖപ്പെടുത്തിയ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ നിർണായക തെളിവായി മാറി. അട്ടിമറിക്ക് പിന്നിൽ ശത്രുരാജ്യമെന്ന സംശയം ബലപ്പെടുന്നു. അന്വേഷണം ശക്തമാക്കി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വിമാന ദുരന്തത്തിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിദഗ്ധ നിരീക്ഷണം. 260 പേരാണ് അഹമ്മദാബാദ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. വിമാനത്തിൽ ഇന്ധനം എത്തിച്ചേരാത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ധനം എത്തിച്ചിരുന്ന സ്വിച്ച് ഓഫ് ആയിരുന്നെന്ന അത്യന്തം ഗൗരവമേറിയ കണ്ടെത്തലും വിദഗ്ധർ നടത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രധാനമായും 4 പരാമർശങ്ങളാണുള്ളത്. വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഇന്ധന സ്വിച്ചുകൾ ഓഫായി. ഇതോടെ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു. തുടർന്ന് ത്രസ്റ്റ് നഷ്ടപ്പെട്ടാണ് വിമാനം താഴേക്ക് പതിച്ചത്. അതാണ് അപകടത്തിന് കാരണമായി മാറിയതും. അപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം എങ്ങനെ ഇന്ധന സ്വിച്ച് ഓഫായി എന്നതാണ്. അബദ്ധത്തിൽ ഓഫായതാണോ അതോ അട്ടിമറിയായി ഓഫാക്കിയതോ? ആ ചോദ്യങ്ങളിൽ കേന്ദ്രീകരിച്ച അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ആകാൻ സാധ്യതയില്ലെന്നും അട്ടിമറി നടന്നിട്ടുണ്ടെന്നുമുള്ള പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കോക്ക്പിറ്റിൽ ത്രസ്റ്റ് ലിവറിന് താഴെയായാണ് ഇന്ധന സ്വിച്ചുകൾ ഉള്ളത്. അറിയാതെ കൈതട്ടിയാൽ പോലും സ്വിച്ചുകളുടെ സ്ഥാനം മാറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ വിമാനത്തിലുണ്ട്. എന്നിട്ടും ഈ വിമാനത്തിൽ പൊട്ടിത്തെറിയുണ്ടായി. വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ സ്വിച്ചുകൾ ഓഫായി. അതോടെ ഇന്ധന പ്രവാഹം നിലയ്ക്കുകയും വിമാനം നിലം പതിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇന്ധന സ്വിച്ച് ഓഫാക്കിയത് എന്തിന് എന്ന് പൈലറ്റുമാരിൽ ഒരാൾ ചോദിക്കുന്നതും താനല്ലാതെ ചെയ്തതെന്ന മറുപടിയും വിമാനത്തിലെ വോയിസ് റെക്കോർഡറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഓഫായ സ്വിച്ച് റൺ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് വിദഗ്ധ നിരീക്ഷണം. വിമാനത്തിലെ ഇന്ധന സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതിലാണ് ദുരൂഹതകൾ നിലനിൽക്കുന്നത്. ആ സ്വിച്ചുകൾ ആരെങ്കിലും ബോധപൂർവം ഓഫാക്കിയതാണോ അതോ വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം സ്വിച്ചുകളുടെ പ്രവർത്തനം നിലച്ചതാണോ? ഇതിൽ കേന്ദ്രീകരിച്ച അന്വേഷണമാണ് നടന്നു വരുന്നതെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത്. തകർന്നു വീണ വിമാനത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനത്തിന്റെ അവശിഷ്ടങ്ങളും വിമാനം നിലംപതിച്ച സ്ഥലത്തിന്റെ ഡ്രോൺ ഫോട്ടോകളും വീഡിയോ ചിത്രീകരണങ്ങളും അടക്കമുള്ള തെളിവുകൾ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് ഇന്ധന സ്വിച്ചുകളുടെ വീഴ്ചയാണ് ദുരന്തത്തിന് കാരണമെന്നാണ് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അത്യന്തം പ്രാധാന്യമേറിയ കണ്ടെത്തലുകൾ അട്ടിമറി സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അട്ടിമറിക്ക് പിന്നിൽ ആര്? ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള ഏതെങ്കിലും വിദേശ രാഷ്ട്രങ്ങൾക്ക് ഈ അട്ടിമറിയിൽ പങ്കുണ്ടോ? പഴുതടച്ച അന്വേഷണത്തിലൂടെ വസ്തുതകൾ കണ്ടെത്താനുള്ള കഠിനാധ്വാനത്തിലാണ് വ്യോമയാന മന്ത്രാലയവും അന്വേഷണ ഏജൻസികളും ഇപ്പോൾ.